ഫ്രണ്ട്സ്, ഇതൊരു ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം UK-യിലെ സ്പീഡിംഗിന്റെ ഫൈനും പെനാൽറ്റി പോയിന്റ്സും അതുപോലെ തന്നെ ബാക്കി കോൺസിക്വൻസും ആണ് നോക്കുന്നത്. ഹൈവേ കോഡ് 124 പ്രകാരം യു മസ്റ്റ് നോട്ട് എക്സീഡ് ദ സ്പീഡ് ലിമിറ്റ്സ്. ഇനി തെറ്റിച്ചാലും 100 തൊട്ട് 2500 പൗണ്ട് വരെ ഫൈനും 3 തൊട്ട് 6 പോയിന്റ് വരെയും ചിലപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻസും വരെ വരാം. നിങ്ങൾ ഓവർ സ്പീഡിൽ ക്യാമറ ഫ്ലാഷ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിത്തിൻ 14 ഡേയ്സിൽ സെക്ഷൻ 172 നോട്ടീസും അതുപോലെ നോട്ടീസ് ഓഫ് ഇന്റന്റഡ് പ്രോസിക്യൂഷനും നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് വരും. അതിൽ മൈനർ സ്പീഡിംഗ് ഒഫൻസ് ഒക്കെ ആണെങ്കിൽ, അതായത് ബാൻഡ് എ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പീഡ് അവയർനെസ് കോഴ്സിന് വിടുന്നതായിരിക്കും. ചെറിയൊരു ഫൈനോട് കൂടി പെനാൽറ്റി പോയിന്റ്സ് ഇല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ സ്പീഡിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് സ്പീഡിംഗിലെ എ തൊട്ട് F വരെയുള്ള ബാൻഡ് സിസ്റ്റം. അതില് നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത ബാൻഡ് എ എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. അതായത് ബാൻഡ് എ എന്ന് പറഞ്ഞാൽ സ്പീഡ് അവയർനെസ് കോഴ്സോ അതുപോലെ തന്നെ 3 പോയിന്റ് 25 മുതൽ 75% വരെ വീക്കിലി ഇൻകോവോ പിഴയായിട്ട് ഈടാക്കാം. അതായത് 20 മൈൽ സ്പീഡിൽ 21-നും 30-നും ഇടയിലും, 30 മൈൽ സ്പീഡിൽ 31-നും 40-നും ഇടയിലും, 40 മൈൽ സ്പീഡിൽ 41-നും 55-നും ഇടയിലും, 50 മൈൽ സ്പീഡിൽ 65-നും 51-നും 65-നും ഇടയിലും, 60 മൈൽ സ്പീഡിൽ 61-നും 80-നും ഇടയിലും, 70 മൈൽ സ്പീഡിൽ 71-നും 90-നും ഇടയിലാണോ സ്പീഡ് ഉണ്ടായിരുന്നത് എന്ന് നോക്കും. അപ്പോൾ എന്റെ അടുത്ത വീഡിയോയിൽ സ്പീഡിലെ ബാക്കി ബാൻഡുകൾ എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ UK-യിലെ ന്യൂലി ക്വാളിഫൈഡ് ഡ്രൈവേഴ്സിനെ ഈ ബാൻഡ്സ്, ഈ പോയിന്റ്സ് എങ്ങനെ ബാധിക്കുമെന്നും അതുപോലെ തന്നെ UK-യിലുള്ള 10%+2 ലീവേ സിസ്റ്റം എന്താണെന്നും അതുവഴി നമുക്ക് പെനാൽറ്റി പോയിന്റ്സ് എന്തെങ്കിലും ഇളവ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ബൈ, താങ്ക് യു.